ഹേയ് റൂബി, നീ എന്താണ് ഇന്നും ഓഫീസിൽ ലേറ്റായിട്ട് വന്നിരിക്കുന്നത്? ഇങ്ങനെ പോയാൽ നിന്റെ വർക്കൊന്നും ഇവിടെ ശരിയാവത്തില്ല. നിന്റെ കോലം തന്നെ നോക്ക്. കണ്ണ് മുഴുവൻ കറുത്ത് ഉറക്കക്ഷീണത്തോടെയാണോ നീ ഓഫീസിൽ വരുന്നത്? ഇങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ എനിക്ക് നിന്നെ ഫയർ ചെയ്യേണ്ടി വരും. സോറി ബോസ്, ഇന്നലെ രാത്രി എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റിയില്ല. ഇനി ഞാൻ ഇതൊരിക്കലും ആവർത്തിക്കില്ല. എനിക്കൊരു ചാൻസ് കൂടി തരണം പ്ലീസ് ബോസ്. എനിക്ക് വയ്യ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഹേയ് റൂബി, നിനക്കെന്തു പറ്റി? കുറച്ച് ദിവസമായല്ലോ നീ ഇങ്ങനെ. എനിക്കറിയില്ല ലൂസി, എൻ്റെ ഉറക്കം തീരെ ശരിയാകുന്നില്ല. ഇപ്പോൾ ഞാൻ വളരെ ടയേർഡാണ്. എങ്കിൽ ഒരു കാര്യം ചെയ്യാം. എനിക്കറിയുന്ന നല്ലൊരു ഡോക്ടറുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടാലോ? റൂബി, നിങ്ങളെ ചികിത്സിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങളുടെ അസുഖം ഇൻസോംനിയാണ്. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. മുതിർന്ന സ്ത്രീകളിലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. കൃത്യമായ സ്ലീപ്പ് പാറ്റേൺ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ രോഗം ഒഴിവാക്കാം. ഉറങ്ങുന്നതിന് മുമ്പായി നിങ്ങൾ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക. പിന്നെ മൊബൈൽ ഫോൺ, TV, പുകവലി, മദ്യപാനം, ചായ, കാപ്പി മുതലായവ ഒഴിവാക്കുക. അധികം വെളിച്ചവും ശബ്ദവും കടന്നു വരാത്ത ശാന്തമായ ഒരു മുറിയിൽ കിടക്കുവാൻ ശ്രമിക്കുക. പിന്നെ ഉറങ്ങുന്നതിന് മുന്നേ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാനും അധികം ശാരീരിക അധ്വാനം വരുന്ന ജോലികൾ ചെയ്യാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ രോഗം മാറ്റാവുന്നതേ ഉള്ളൂ. ഇനിയും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്നുകളും മറ്റു മാർഗങ്ങളും നോക്കാം. ഡോക്ടർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഇതെല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം. താങ്ക് യു ഡോക്ടർ. റൂബി, നിനക്കിപ്പോൾ ആശ്വാസമായില്ലേ? ശരിക്കും ലൂസി, ഇനി ഞാനൊന്ന് പോയി കിടന്നൊന്ന് ഉറങ്ങട്ടെ.